നിക്കടാ, പറഞ്ഞ കേട്ടില്ലേ? എല്ലാ അർദ്ധരാത്രി ശ്മശാനത്തിൽ വന്ന് എല്ലാരും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? നിക്കടാ അവിടെ, നിക്കാൻ. എന്താ അച്ഛാ, അവനെ പിടിക്കാ. നിക്ക്. അവനൊന്നും ചെയ്യില്ലടാ. അത് വേറെ ആരുമല്ല, മരിച്ചുപോയ മങ്കമ്മയുടെ മോന. അവന്റെ അമ്മ മരിച്ചതിന് ശേഷം തലയ്ക്ക് സുഖമില്ലാണ്ടായി അമ്മയെ അടക്കിയ സ്ഥലത്ത് വന്ന് അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കുക. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നീ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. എടാ ഡയറക്ടറെ, എന്താണ് ഇത്രയും കാലം നീ എടുത്ത എല്ലാ സിനിമയെക്കാളും നമ്മുടെ സൂര്യയുടെ ലവ് സ്റ്റോറി അടിപൊളിയാ. ഈ ലവ് സ്റ്റോറി സിനിമയാക്കിന്ന് വെച്ചോ, പടം വമ്പോ ഹിറ്റ് ആവും. എന്തുവാണ് ഈ പറയുന്നേ? ഇതൊരു ലവ് സ്റ്റോറി, പിന്നെ ബിൽഡപ്പും കൂടെ. നീ ഒന്ന് ചുമ്മാതിരിക്കേ. ഇതിലും വലിയ ലവ് സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു ആത്മാവാണോ? അതിന് ധൈര്യം ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഈ സെക്കൻഡിലെ കയ്യെ പിടിച്ചിട്ട് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്തിനാണ് സ്വപ്നനെ പറ്റി സംസാരിക്കുന്നത്? ഒരാവശ്യമില്ലാതെ. അവളെങ്ങാനത് കേട്ടാലുണ്ടല്ലോ, നിന്നെ കപ്പ കൊന്നുകളയും. പ്രേതം കേട്ടാല് ഞങ്ങളെ കൊന്നുകളയാ. എടാ ഡയറക്ടറെ, ഇവന് വട്ടാ. ഒരു കാര്യം ചെയ്യേ, നീ അകത്ത് ചെന്നിട്ടേ ആ പൈന്റ് എടുത്തോണ്ട് വാ. എന്നിട്ട് ജപ ജപ ജപാന്ന് അടിച്ചിട്ട് ഇവനെ ഇവന്റെ കാമുകി പ്രേതത്തെ കാണാം. അത് നിന്നെ വിട്ടാലും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല. ഞാൻ നല്ല കൊടമ്പുളിയിട്ട മീൻകറി ഉണ്ടാക്കി തരും, കണ്ടോ? ഒളിച്ച് നിന്നെ ഞാൻ വിടില്ല. അവിടെ നിൽക്കേ. ഒരു വെള്ളത്തുണി കിടന്നാ ഞാനങ്ങ് പേടിക്കുന്നു വിചാരിച്ചല്ലേ? കൊള്ളാം കളി. ഒരു ഡയറക്ടറെ ഒരിക്കലും പേടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് പേടി വന്നാലും ഞാൻ പേടിക്കില്ല. എന്നോട് വേണ്ട കളി. എന്നെ പേടിപ്പിക്കാൻ വന്നേക്ക ഡയറക്ടറിനെ. അയ്യോ, ആരേത്? ആരാ കഥ കടച്ചത്? കാറ്റാ? കാറ്റ്? ചുമ്മാ ഒന്നുമില്ലാതെ കാറ്റ് വന്ന് കഥ കടച്ച. അമ്മേ, എന്താ ഇത്? അയ്യോ, അനങ്ങാതെ കിടന്ന കസേരയാണല്ലോ. ഇതെങ്ങനെ ആടുന്നത്? അനങ്ങാതിരുന്ന കസേരയാണല്ലോ ഇത്. ഇനി എതിലെ കാറ്റകത്ത് വല്ലതും വരുന്നുണ്ടോ? ഇല്ലല്ലോ, ആരുമില്ല. ഇവിടെങ്ങും ആരുമില്ല. കാറ്റ് മുഴുവൻ കാറ്റാന്നേ. കാറ്റ് കൊണ്ട് ചുമ്മാ കിടന്നങ്ങ് ആടുമല്ലേ. എന്തു പറയാനാ, അടിച്ച സാധനത്തിന്റെ എല്ലാം കെട്ടുപോയാ. എന്തു പറയാനാ, വല്ലതും ഉണ്ടോ? ഒരെണ്ണം കൂടെ അടിക്കാം. നോക്കട്ടെ. എന്തുപ്പാ എന്നെ തന്നെ പേടിപ്പിക്കുവാണോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞാന്നേ. എന്നെ വെച്ച് തന്നെ നിനക്ക് പടം എടുക്കണമല്ലേ? അയ്യോ ഇല്ല, എനിക്ക് പടം അറിയില്ല, പപ്പടം അറിയില്ല. മീൻകറി ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് മീൻകറി കുടിപ്പിക്കുവല്ലേ? അയ്യോ, ഞാൻ മീൻകറി ഉണ്ടാക്കി കൊള്ളത്തേ ഇല്ലാന്നേ. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും മനസ്സിൽ വെക്കല്ലേ എന്റെ പ്രേതമേ. വാടാ വാ. ഞാനൊരു പാട്ട് പാടട്ടെ. നിന്നെ വിടില്ല ഒരിക്കലും ഞാനോ. വേണ്ട, ഞാൻ വേറെ പാട്ട് പാടിക്കോളാം. നിന്റെ ഫാമിലിയിലേക്ക് ഞാൻ കടന്നു വരുന്നേ ഇല്ല. അമ്മേ, എനിക്ക് നിന്നെ കാണണോ. ഞാനൊരു ഇനി ഞാൻ ഡാൻസ് കളിക്കട്ടെ. ആട്ടമോ പാട്ടമോ താളമോ, ആട്ടമോ പാട്ടമോ താളമോ. ഞാൻ വാടാ. എന്നൊന്നും ചെയ്തിട്ട് ഞാൻ വെറുതെ ഒരു കോമഡി കാണിച്ചു കൊടുക്കേ. നിന്നോട് കുപ്പി എടുത്തോണ്ട് പറഞ്ഞ എന്നിട്ട് വേണ്ടടാ സ്വപ്നയെ കാണാൻ പോവാ. ആരാ ഈ സ്വപ്ന? എടാ പ്രേത കാമുകി, സൂര്യയുടെ ലവർ. നീ ചുമ്മാ ഡയലോഗ് അടിക്കാതിരിക്കണേ. ഈ ആത്മാവേ പ്രേതം ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് പേടിയുണ്ട്, അതാ പറഞ്ഞ. ആത്മാവ് പ്രേതം പേടിയിട്ടല്ലേ? പ്രേതം വന്ന ഒരു പൈന്റ് അടിച്ചിട്ട് അവളെ കാലേവാരി പിടിച്ച് കൊണ്ടുപോയി ഞാൻ റേപ്പ് ചെയ്യടാ. കുറച്ച് കുറയ്ക്കാതാ നിനക്ക് നല്ലത്. എന്താടാ ഒരു മാതിരി നിൽക്കുന്നേ? ചേച്ചി, എനിക്കിതിൽ പങ്കില്ല. ഇവനാ പ്രേത ഫാമിലി വെച്ച് സിനിമ എടുക്കാൻ പോകുന്നവൻ. പ്രസാദേ, ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ അവന്റെ മുഖത്തിലേക്ക് ഒരെണ്ണം ഓങ്ങി കൊടുക്ക്. എന്തടിയാടാ അത്? ഇങ്ങോട്ട് വാ. നീ പോയിട്ട് വാടാ. എടാ, ഇവിടെ നിന്നാ നമ്മളെ രണ്ടുപേരെ ഇവള് കൊല്ലും. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയല്ലോ? ഇന്നിപ്പോ എന്ത് പാടാ നിങ്ങൾ പഠിച്ചേ? അതെ, മരിച്ചവർക്ക് ലേഡീസ് ആകുമ്പോ നമ്മൾ എപ്പോഴും റെസ്പെക്ട് കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടമാണ്. പ്രേതവും ഒരു പുണ്യാത്മാവ്. ഞങ്ങൾ പോട്ടെ സൂര്യ. ശരി, വിട്ടോ. സൂര്യ എന്റെ കൂടെ എപ്പോഴും വരാറില്ലേ പെരിച്ചാഴി പോലെ. അവൻ എനിക്ക് ഇടയ്ക്കൊക്കെ പണി തരുന്നുണ്ട്. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. സ്വപ്ന